Good morning to all. Today we are going to discuss about the topic debtors turnover ratio. Debtors turnover ratio explain the relationship between net credit sales and average debtors including bills receivable. This ratio shows how quickly debtors are realized or converted into cash. It indicates how efficiently the firm collects cash from debtors. Debtors turnover ratio is also known as receivable turnover ratio. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ നെറ്റ് ക്രെഡിറ്റ് സെയിൽസും ആവറേജ് ഡെറ്റേഴ്സും എന്ന് പറയുമ്പോൾ അതിൽ ബിൽസ് റിസീവബിളും ഉൾപ്പെടുന്നുണ്ട്. ആവറേജ് ഡെറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഡെറ്റേഴ്സ് വേണമെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യക്തികളെ പറയുന്നതാണ് ഡെറ്റേഴ്സ്. ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്ന സമയത്ത് സാധനം നമ്മൾ കടത്തിന് സാധനങ്ങൾ വിൽക്കുമ്പം ആ വ്യക്തികൾ പണം തരാനുള്ള വ്യക്തികളാണ് നമ്മൾ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ഡെറ്റേഴ്സും എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഡെറ്റേഴ്സും ക്രെഡിറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. എന്ന് വെച്ചാൽ ഈ റേഷ്യോയിലൂടെ നമുക്ക് ഡെറ്റേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള ഡെറ്റേഴ്സിന് നമ്മൾ എങ്ങനെ നമുക്ക് പണമായിട്ട് മാറ്റാൻ സാധിക്കും. ഹൗ ക്വിക്ക്ലി ഡെറ്റേഴ്സ് ആർ റിയലൈസ്ഡ് ഓർ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. ഡെറ്റേഴ്സ് വന്ന് പണം തരാനുള്ള വ്യക്തികളാണ്. ആ ഡെറ്റേഴ്സിനെ നമുക്ക് എങ്ങനെ പണമായിട്ട് മാറ്റാൻ സാധിക്കും, അതാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ എഫിഷ്യൻ്റ്ലി ദ ഫേം കളക്ട്സ് ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ്. ഫേമിന് എങ്ങനെ ഡെറ്റേഴ്സിൻ്റെ അടുത്തു നിന്ന് ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പണം തരാനുള്ള വ്യക്തികളാണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ അടുത്തു നിന്ന് എങ്ങനെ ആ പണം നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും, അതാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോന് നമ്മൾ റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്നും പറയുന്നുണ്ട്. റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. ദെൻ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഡെറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഡെറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ. ഓക്കെ, നെറ്റ് ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് ഡെറ്റേഴ്സും അതുപോലെ തന്നെ ബിൽസ് റിസീവബിളും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് അല്ലേ, നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ 2 ഐറ്റമാണുള്ളത്. രണ്ട് കോമ്പണൻസ് ആണുള്ളത്. ഒന്ന് നെറ്റ് ക്രെഡിറ്റ് സെയിൽസും ഒന്ന് ഡെറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിളാണുള്ളത്. അപ്പം നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഗ്രോസ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കുന്നതിനാണ് നമ്മൾ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഗ്രോസ് ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കുന്നതിന് അതാണ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് സെയിൽസ് ബിസിനസ് ഫേമിലെ ക്രെഡിറ്റ് സെയിൽസ് എത്രയാണോ ഉള്ളത് അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ സെയിൽസ് റിട്ടേൺ കുറയ്ക്കുക, അതിന് നമ്മൾ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നു. അതിന് ഗ്രോസ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞില്ലേ, ആ ഗ്രോസ് ക്രെഡിറ്റ് സെയിൽസ് വന്നാൽ ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽസ് കുറച്ചെങ്കിൽ നമുക്ക് ഗ്രോസ് ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. ഇത്രയേ ഉള്ളൂ. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ബിസിനസ് ഫേമിലെ ടോട്ടൽ സെയിൽസ് എടുക്കുക, ആ ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽസ് കുറയ്ക്കുക. ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽസ് കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ള ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കുമല്ലോ, ആ ക്രെഡിറ്റ് സെയിൽസ് കിട്ടി അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കുക, അതായിരിക്കും നെറ്റ് ക്രെഡിറ്റ് സെയിൽസ്. ഇത്ര ഓർത്താൽ മതി. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് പറഞ്ഞാൽ ബിസിനസ് ഫേമിൻ്റെ ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽസ് കുറയ്ക്കുന്നു, അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് കിട്ടുന്നു. ആ ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യുക, അപ്പം കിട്ടുന്നതാണ് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ്. ദെൻ ഇവിടെ പിന്നെ പറയുന്നത് ഡെറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ ആണ് അല്ലേ. ഡെറ്റേഴ്സ് ഇൻക്ലൂഡ് ബിൽസ് റിസീവബിൾ കാണുന്നത് നമ്മുടെ ഇഫ് ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ആൻഡ് ക്ലോസിംഗ് ഡെറ്റേഴ്സ് ആർ ഗിവൺ ദെൻ ആവറേജ് ഡെറ്റേഴ്സ് മേ ബി ടേക്കൺ. എന്ന് വെച്ചാൽ ഡെറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡെറ്റേഴ്സ് ഓപ്പണിംഗ് ഡെറ്റേഴ്സും ക്ലോസിംഗ് ഡെറ്റേഴ്സും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ഡെറ്റേഴ്സും ക്ലോസിംഗ് ഡെറ്റേഴ്സും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് വേണം എടുക്കാൻ. ആവറേജ് എടുക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഓപ്പണിംഗ് ഡെറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെറ്റേഴ്സ് ഡിവൈഡ് ബൈ 2. അതുപോലെ ബിൽസ് റിസീവബിളിൻ്റെ കേസിലും ഓപ്പണിംഗ് ബിൽസ് റിസീവബിളും ക്ലോസിംഗ് ബിൽസ് റിസീവബിളും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് വേണം എടുക്കാൻ. അത് ഓപ്പണിംഗ് ബിൽസ് റിസീവബിൾ പ്ലസ് ക്ലോസിംഗ് ബിൽസ് റിസീവബിൾ ഡിവൈഡ് ബൈ 2 ആണ് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ശ്രദ്ധിക്കുക, നമുക്ക് ഇക്വേഷൻ വരുന്ന ഒരു ഐറ്റമാണ് എന്ത്,
പിന്നെ ഡെറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ ഡെറ്റേഴ്സും ബിൽസ് റിസീവബിളും കൂടെ വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ഡെറ്റേഴ്സിന് ക്വസ്റ്റനിൽ ഓപ്പണിംഗ് ഡെറ്റേഴ്സും ക്ലോസിംഗ് ഡെറ്റേഴ്സും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് വേണം എടുക്കാൻ. ബിൽസ് റിസീവബിൾ എടുക്കുമ്പോഴും നോക്കുക ഓപ്പണിംഗ് ബിൽസ് റിസീവബിളും ക്ലോസിംഗ് ബിൽസ് റിസീവബിളും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് വേണം എടുക്കാൻ. ദെൻ ഇഫ് ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ആൻഡ് ഓപ്പണിംഗ് ബിൽസ് റിസീവബിൾ ആർ നോട്ട് അവൈലബിൾ ദർ ക്ലോസിംഗ് വാല്യൂ മേ ബി ടേക്കൻ. ഈ ചില കേസിൽ ഓപ്പണിംഗ് ഡെറ്റേഴ്സും ഓപ്പണിംഗ് ബിൽസ് റിസീവബിളൊന്നും തരുകയില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ക്ലോസിംഗ് ക്ലോസിംഗ് ഡെറ്റേഴ്സും ക്ലോസിംഗ് ബിൽസ് റിസീവബിളും എടുത്താൽ മതി. ഇവിടെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡെറ്റേഴ്സും ബിൽസ് റിസീവബിൾ എടുക്കുന്ന സമയത്ത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് എടുക്കുക. ഇനി ഓപ്പണിംഗ് തന്നിട്ടില്ല എങ്കിൽ ക്ലോസിംഗ് എടുക്കുക. എന്ന് വെച്ചാൽ ക്ലോസിംഗ് ആണ് വേണ്ടത്, ഓപ്പണിംഗ് മാത്രമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ഓപ്പണിംഗ് തന്നിട്ടില്ല എങ്കിൽ ക്ലോസിംഗ് ഡെറ്റേഴ്സും ക്ലോസിംഗ് ബിൽസ് റിസീവബിളും ആവശ്യം മാത്രം മതി. ഇനി ഓപ്പണിങ്ങും ക്ലോസിംഗ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് എടുക്കുക. ആ രീതിയിലാണ് നമ്മൾ ഡെറ്റേഴ്സും ബിൽസ് റിസീവബിളും എടുക്കേണ്ടത്. ഇത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ആവറേജ് കളക്ഷൻ പീരീഡാണ്. Then average collection period means the number of days or months for which debtors and bills receivable remain outstanding. In short, it refers to debtors turnover ratio expressed in days or months. It is also known as debtors velocity or average age of debtors. ഇവിടെ ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിനെ ഡേയ്സിൽ അല്ലെങ്കിൽ മന്ത്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഡെറ്റേഴ്സിനെ നമുക്ക് ക്യാഷായിട്ട് മാറ്റാൻ വേണ്ടി പറ്റുന്ന ആ പീരീഡ് എത്രയാണ്, നമ്മളിലുള്ള നിലവിലുള്ള ഡെറ്റേഴ്സിനെ നമ്മൾ ക്യാഷാക്കി മാറ്റാൻ വേണ്ടി പറ്റുന്ന എടുക്കുന്ന പീരീഡ് എത്രയാണോ ആ പീരീഡിനാണ് നമ്മൾ ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത് എന്ന് വെച്ചാൽ നമ്മുടെ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇല്ലേ, നേരത്തെ കണ്ടുപിടിച്ച ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോനെ നമ്മൾ മന്ത്സിൽ അല്ലെങ്കിൽ ഡേയ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ ആവറേജ് കളക്ഷൻ പീരീഡിനെ വേറൊരു രീതി പറയാറുണ്ട്, ഡെറ്റേഴ്സ് വെലോസിറ്റി ഓർ ആവറേജ് ഏജ് ഓഫ് ഡെറ്റേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. ഡെറ്റേഴ്സ് വെലോസിറ്റി ഓർ ആവറേജ് ഏജ് ഓഫ് ഡെറ്റ്സ്. ദെൻ ആവറേജ് കളക്ഷൻ പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ആവറേജ് കളക്ഷൻ പീരീഡ് ഈസ് ഈക്വൽ ടു 360 or 12 divided by debtors turnover ratio. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ ഡിവൈഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അതാണ് നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഡിവൈഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇവിടെ വേറൊരു ഇക്വേഷൻ പറയുന്നത് 360 or 12 divided by debtors ടേൺ ഓവർ റേഷ്യോ. 360 എന്ന് പറയുന്നത് ഇവിടെ 360 തന്നിട്ടുള്ളത് ചില കേസിൽ 360 ഡേയ്സ് മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 360 എടുത്തിരിക്കുന്നത്. ചില സമയത്ത് നമ്മൾ ഒരു വർഷത്തിൽ നമ്മൾ 360 ദിവസമായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ 360 എടുക്കുന്നത്. അതല്ല എങ്കിൽ നമ്മളെന്താ 365 ആണ് എടുക്കുന്നത്. അപ്പോൾ അത് ക്വസ്റ്റിനെ കാണുക 360 ഡേയ്സ് എന്ന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ 360 എടുത്ത് ചെയ്താൽ മതി. അതല്ല എങ്കിൽ 365 വെച്ച് വേണം ചെയ്യാൻ. 365. അപ്പോൾ ഇതാണ് ആൻസർ. ഇക്വേഷൻ ഇതാണ് 360 or 12 divided by debtors ടേൺ ഓവർ റേഷ്യോ. ഇനി ഇതിൻ്റെ ഒരു ക്വസ്റ്റൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റൻ ഇതാണ്. ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ടോട്ടൽ സെയിൽസ് ഫോർ ദ ഇയർ rupees 1,75,000. Cash sales 20% of total sales. Sales return out of credit sales 20,000. Sundry debtors opening 8,000, closing 12,000. ഇത്രയാണ് ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ. ടോട്ടൽ സെയിൽസ് വന്നിട്ടുണ്ട്, ക്യാഷ് സെയിൽസ് എത്രയാണെന്ന് പറയുന്നുണ്ട്, സെയിൽസ് റിട്ടേൺ പറയുന്നുണ്ട്, ഡെറ്റേഴ്സിൽ ഓപ്പണിംഗ് ഡെറ്റേഴ്സും ക്ലോസിംഗ് ഡെറ്റേഴ്സും പറയുന്നുണ്ട്. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ. അങ്ങനെ തന്നെ എഴുതണം, ആവറേജ് ഡെറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ നോക്കാം. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഫസ്റ്റ് ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽസ് കുറയ്ക്കണം അല്ലേ. നെറ്റ് ക്രെഡിറ്റ് സെയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽസ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ക്രെഡിറ്റ് സെയിൽസ് കിട്ടുന്നു അല്ലേ.
ടോട്ടൽ സെയിൽസ് പറഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസും ക്യാഷ് സെയിൽസും കൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ സെയിൽസ്. അപ്പോൾ ആ ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽസ് കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ളതാണ് ക്രെഡിറ്റ് സെയിൽസ്. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 1,75,000. അതിൽ നിന്ന് ക്യാഷ് സെയിൽസിൻ്റെ കാര്യം എത്രയാണ് പറയുന്നത്? ക്യാഷ് സെയിൽസ് 20% ഓഫ് ടോട്ടൽ സെയിൽസ്. 20% ഓഫ് ടോട്ടൽ സെയിൽസാണ്. ടോട്ടൽ സെയിൽസിന് 20%. അപ്പം 1,75,000 നിന്ന് 20% നമ്മൾ ലെസ് ചെയ്യണം. 20% ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 1,40,000 കിട്ടുന്നു. ഇതാണ് ക്രെഡിറ്റ് സെയിൽസ്. ഇത് നമുക്ക് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കണം. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ സെയിൽസിൽ നിന്ന് എന്ന് വെച്ചാൽ ഈ കിട്ടിയ ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന്, അതാണ് നമ്മൾ ഗ്രോസ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കണം. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കുമ്പോൾ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കിട്ടുന്നു. വെച്ചാൽ 1,40,000 നിന്ന് എത്രയാണ് നമ്മുടെ സെയിൽസ് റിട്ടേൺ ആയി 20,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് കിട്ടും. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ. ടോട്ടൽ സെയിൽസ് നമ്മൾ ഫസ്റ്റ് ക്യാഷ് സെയിൽസ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് കിട്ടുന്നു. ആ ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ സെയിൽസ് റിട്ടേൺ കുറയ്ക്കുമ്പോൾ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കിട്ടുന്നു. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കിട്ടുന്നു. അത് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് 1,20,000 ആണ്. ഇനി നമുക്ക് വേണ്ടത് ആവറേജ് ഡെറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റിന് ബിൽസ് റിസീവബിളിൻ്റെ കാര്യമൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിന് ബിൽസ് റിസീവബിൾ ഇല്ല. ബിൽസ് റിസീവബിൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായിരിക്കും? ആവറേജ് ഡെറ്റേഴ്സ് മാത്രം മതി. ആവറേജ് ഡെറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ ബിൽസ് റിസീവബിൾ ക്വസ്റ്റിന് തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ എടുക്കണം. ഇവിടെ ബിൽസ് റിസീവബിൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആവറേജ് ഡെറ്റേഴ്സ് മാത്രം മതി. അപ്പോൾ ആവറേജ് ഡെറ്റേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ? ആവറേജ് ഡെറ്റേഴ്സ് പറഞ്ഞാൽ ഓപ്പണിംഗ് ഡെറ്റേഴ്സും ക്ലോസിംഗ് ഡെറ്റേഴ്സും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവറേജ് ഡെറ്റേഴ്സ് എടുക്കുക. അതല്ല എങ്കിൽ ഓപ്പണിംഗ് തന്നിട്ടില്ല എങ്കിൽ ക്ലോസിംഗ് മാത്രം എടുക്കുക. ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓപ്പണിംഗ് ഡെറ്റേഴ്സും ക്ലോസിംഗ് ഡെറ്റേഴ്സും വന്നെങ്കിൽ ആവറേജ് ഡെറ്റേഴ്സ് എടുക്കുക. അതല്ല എങ്കിൽ ഡെറ്റേഴ്സ് മാത്രം എന്ന് വെച്ചാൽ ക്ലോസിംഗ് ഡെറ്റേഴ്സ് മാത്രമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്പണിങ്ങും ക്ലോസിംഗ് തന്നോളൂ നമ്മൾ ആവറേജ് ഡെറ്റേഴ്സാണ് എടുക്കേണ്ടത്. ആവറേജ് ഡെറ്റേഴ്സ് എങ്ങനെ എടുക്കുന്നത്? ഓപ്പണിംഗ് ഡെറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെറ്റേഴ്സ് ഡിവൈഡ് ബൈ 2. അപ്പം ഓപ്പണിംഗ് ഡെറ്റേഴ്സ് 8,000 പ്ലസ് 12,000 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് 10,000. അപ്പോൾ ആവറേജ് ഡെറ്റേഴ്സ് പറഞ്ഞാൽ 10,000 കിട്ടും. നമ്മൾ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിലേക്ക് നമ്മൾ ഈക്വേഷനിലേക്ക് നമ്മൾ ഈ ഫിഗേഴ്സ് അപ്ലൈ ചെയ്യുക. എന്ന് വെച്ചാൽ എന്താ? ക്രെഡിറ്റ് സെയിൽസ് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് പറഞ്ഞാൽ 1,20,000 ഡിവൈഡഡ് ബൈ ആവറേജ് ഡെറ്റേഴ്സ് പറഞ്ഞാൽ 10,000 ദാറ്റ് ഈസ് നമുക്ക് ആൻസർ 12 കിട്ടും. 1,20,000 ഡിവൈഡ് ബൈ 10,000 എന്ന് പറയുന്ന ആൻസർ 12 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ടേൺ ഓവർ റേഷ്യോ നമ്മൾ ടൈംസിലാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ടൈംസിൽ അപ്പോൾ നമ്മൾ 12 ടൈംസ് എന്ന് പറഞ്ഞു എഴുതണം. 12 ടൈംസ്. ഇത് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവറേജ് കളക്ഷൻ പീരീഡാണ്. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിച്ചു. ഇനി ആവറേജ് കളക്ഷൻ പീരീഡാണ്. ആവറേജ് കളക്ഷൻ പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 360 ഡിവൈഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ 12 ഡിവൈഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ് അല്ലേ? അപ്പോൾ ആവറേജ് കളക്ഷൻ പീരീഡ് നമുക്ക് ഡേയ്സിൽ കണ്ടുപിടിക്കാം. ഡേയ്സിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 360 ഡിവൈഡ് ബൈ 12. നമുക്ക് 365 എടുത്താലും തെറ്റൊന്നുമില്ല. ഇനി 360 കാരണം നമ്മുടെ ഈ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കും 360 എടുത്താലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം 360 65 ഏത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് 60 ആണ്. അപ്പം 360 ഡിവൈഡ് ബൈ 12. അപ്പോൾ നമുക്ക് ആൻസർ 30 കിട്ടും. 30 ഡേയ്സ് 30 ഡേയ്സാണ്. ഇനി അത് മന്ത്സിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആവറേജ് കളക്ഷൻ പീരീഡ് മന്ത്സിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ 12 ഡിവൈഡഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. 12 എന്ന് പറയുന്നത് 12 മാസമാണ്. 12 ഡിവൈഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആയ 12 ദാറ്റ് ഈസ് 12 ഡിവൈഡ് ബൈ 12 ദാറ്റ് ഈസ് 1 മന്ത്. ഇതാണ് ഇവിടെ ഇത്രയാണ് മീൻ ചെയ്യുന്നത്. ആവറേജ് കളക്ഷൻ പീരീഡ് ഇവിടെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര നമുക്ക് ഡെറ്റേഴ്സ് ഇല്ല. ഡെറ്റേഴ്സിന് നമുക്ക് എത്ര ദിവസം കൊണ്ടാണ് ക്യാഷ് ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കുന്നത്. അല്ലെങ്കിൽ ഡെറ്റേഴ്സിന് അടുത്തുനിന്ന് നമുക്ക് 30 ദിവസം കൊണ്ട് നമുക്ക് ക്യാഷ് കിട്ടും. അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ നമുക്ക് ക്യാഷ് കിട്ടും. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ഡെറ്റേഴ്സ് ഇൻക്ലൂഡിങ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഡെറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റിന് ബിൽസ് റിസീവബിൾ തരാത്തതുകൊണ്ട് നമ്മൾ ഡെറ്റേഴ്സ് എടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ ചെയ്യുക.